ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അലമാരയെ ക്ലീൻ ചെയ്യുന്ന ഒരു ഡേ ആണ്. ഒന്ന് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു അടുക്കി പറക്കി വെക്കാൻ ഉള്ളൊരു വീഡിയോ ആണിന്ന് ചെയ്യുന്നത്. മിക്കവരുടെയും പ്രത്യേകിച്ച് ലേഡീസിൻ്റെ അവർക്കാണല്ലോ ഒരുപാട് സാധനങ്ങളുണ്ടാവുക. അവരുടെ ഒരു പ്രശ്നമായിരിക്കും അലമാര അടുക്കിപ്പെറുക്കി വെക്കുക എന്നുള്ളത്. നമ്മൾ എത്ര അടുക്കിപ്പെറുക്കി വെച്ചാലും അത് പെട്ടെന്ന് തന്നെ പിന്നെയും കുളമാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത്. അപ്പോൾ ഇനി ഇത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യണം. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ ആവുക. അപ്പോൾ അത് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഇത് ഇത്രയുമാണ് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് വെക്കുന്ന ഏരിയ. ബാക്കിയൊക്കെ എൻ്റെ സാധനങ്ങൾ കൊണ്ട് കവറാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് സാധനമൊക്കെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് വെക്കാം ആദ്യം മുകളിലേക്ക്. പിന്നെ ഇവിടെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇവിടെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഏരിയ ബെഡ്ഷീറ്റൊക്കെ വെക്കുന്ന ഏരിയ കേട്ടോ. ബെഡ്ഷീറ്റ് ഇവിടെ എൻ്റെ ബാഗ് ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതെടുത്ത് ഒതുക്കി വെക്കാം. ഇത് മറ്റേ ടിഷ്യൂ ഇല്ലേ, അതാണ് പോക്കറ്റ് ടിഷ്യൂ. ടോർച്ച് ഉണ്ടോ, നല്ല വെളിച്ചമാണ് ഈ ടോർച്ചിന്. ടോർച്ചിന് നല്ല വെളിച്ചമെന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ ഓർക്കും പിന്നെ ടോർച്ചിന് വെളിച്ചമല്ലാണ്ട് പിന്നെ എന്താ വരുന്നത്. വാച്ച്, അത് മറ്റേ ടോർച്ചിൻ്റെ ചാർജർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ വേറൊരു ബാഗാണ്. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാവനയിൽ നിന്ന് മേടിച്ച ബാഗ് കേട്ടോ. സാവന എന്ന് പറഞ്ഞൊരു ആപ്പില്ലേ, അതിന് മേടിച്ചതാണ് ഓൺലൈൻ. ഈ ആംഗ്ലെറ്റ്സ് ഞാൻ എൻ്റെ മാരേജിന് ഇത് വെറുതെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഭംഗിയാണെന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഇട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിനകത്തോട്ട് വെക്കാം. ഇതിനകത്ത് കുറച്ച് കോയിൻ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കോയിൻ്റെ ആവശ്യം വരും, അപ്പോൾ ഇതിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും സാധനമൊക്കെ ഇത് എപ്പോഴും മേടിച്ച മറ്റേ ഒരു ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നൊരു പേപ്പർ ഇല്ല, കളർ പേപ്പർ തോരണം പോലെയൊക്കെ ഇടുന്നത്, അതാ. പിന്നെ കുറേ അല്ലറ ചില്ലറ സാധനം ഇതിനകത്തിട്ട് വെക്കാം. ഈ ഒരു ബാങ്കിൾ എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായേ. ഒരുപാട് വർഷം. ഇപ്പോഴും എനിക്കിത് ലൂസാണ്. പണ്ടെന്തോ ഭംഗിയുണ്ട് മേടിച്ചതാണ്.
ഇത് ഇതിനകത്തോട്ട് വെക്കാം. ഇതിൻ്റെ ഗ്ലാസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പുറത്തോട്ട് പോകുമ്പോൾ. പിന്നെ ഇത് മറ്റേ സൈഡ് ബാഗ്, ഈ ഇടയ്ക്ക് വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതൊക്കെയാണ്. ഇതൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് ഭ്രാന്താവുക, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ സെക്ഷനുകൾ വൃത്തിയാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇതാണ് ഹസ്ബൻഡിൻ്റെ സെക്ഷൻ കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലമുള്ളൂ കേട്ടോ പാവത്തിന്. അപ്പോൾ ഇത് ഫസ്റ്റ് വൃത്തിയാക്കാം, അതാ ബെറ്റർ. നല്ല ചൂടുണ്ട്, ഭയങ്കര ചൂട് കൂടുതലാണ് ഇപ്പോൾ. നിങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെയാണ് കാലാവസ്ഥ, ചൂടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും. ഇവിടെ എറണാകുളത്ത് നല്ല ചൂടാണ്. ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന തുണികളൊക്കെയാണ് കേട്ടോ ഇത്. സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അളവുണ്ട്, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒതുക്കാനാണ് പാട്. പിന്നെ അടുത്തത് അതൊതുക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു സെക്ഷൻ മാത്രമേ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടിയായി. അപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കാൻ കിടക്കുവാണ് കേട്ടോ. ഈ ഒരു ലെയറുണ്ട്, പിന്നെ അതിൻ്റെ താഴെയുണ്ട്, പിന്നെ ഏറ്റവും താഴെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. എല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഫസ്റ്റ് എടുത്ത് മാറ്റി ഇങ്ങോട്ട് വെക്കാം. ഇനി ഇപ്പോൾ മടിക്കാൻ ഡ്രസ്സാണ്. അപ്പോൾ മടിക്കണം ഇവിടെ ഡെയിലി ചെയ്യുന്ന ഡ്രസ്സ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നല്ല ഡ്രസ്സ് ഡ്രസ്സ് വരുന്ന ഡ്രസ്സൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് ഈ ഒരു സാരി എനിക്ക് എൻ്റെ അമ്മ മേടിച്ചു തന്ന സാരിയാണ്. നല്ല വലിയ ഇതിലാണ്. എടുത്തിട്ടുണ്ട്, ഓർത്തോട്ട് കൊണ്ടുവരില്ല.
ഇത് കുറേ വർഷം എൻ്റെ കയ്യിലിരിക്കുന്നു. നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഈ ഒരു സാരി എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ അമ്മ മേടിച്ചെന്ന സാരി. അടിപൊളി സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടം. പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്നൊരു സാരിയാണ്. അത് ജോർജറ്റിൽ തന്നെ ഒരു സ്ട്രെച്ചബിൾ ടൈപ്പ് ഒരു മെറ്റീരിയൽ അങ്ങനത്തെയാണ്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലെ തുണികൾ പുറത്തോട്ടെടുത്തിട്ടോ എന്നിട്ട് ഒതുക്കുക. ഈ ഒരു പട്ടുപാടില്ലേ, ഈ പട്ടുപാട് ഞാൻ തന്നെ തയ്ച്ചതാട്ടോ. ഉണ്ടോ? ഈ സെക്ഷനിൽ പിന്നെ അധികം ഇല്ല, ഒന്നുമില്ല. പൊടി കണ്ടു ഗൈസ്, എല്ലാം ഒതുക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഒരു അലമാരി അടുക്കിപ്പറക്കൽ വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പിന്നെയും പഴയ പോലെയാവും. അതാണ് ഏറ്റവും വലിയ ഒരു പാടെന്ന് പറയുന്നത്. പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓരോ സാധനം കാണാതെ ആകുമ്പോൾ നമ്മൾ തിരക്കിട്ട് ഓരോന്നൊക്കെ എടുക്കുമ്പോൾ പിന്നെയും പഴയ പോലെയാവും. മിക്കവരുടെ അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.